ടുഡേസ് ചാണക്യ ഇന്ന് നൽകിയിട്ടുള്ള ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ UDFന് 69 സീറ്റുകളാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതിൽ 9 കൂടാം കുറയാം, ±69 എന്നാണ് ടുഡേസ് ചാണക്യയുടെ പ്രഡിക്ഷൻ. അതോടൊപ്പം തന്നെ LDFന് 64 സീറ്റുകൾ വരെ ലഭിക്കാം, 9 സീറ്റുകൾ കൂടാം, അതിൽ 9 സീറ്റുകൾ കുറയാം എന്ന് പറയുന്നു. അപ്പോൾ അത് 55 ആകാം, ചിലപ്പോൾ അത് അങ്ങോട്ടേക്ക് 64 സീറ്റാകാം, ചിലപ്പോൾ അത് വീണ്ടും അവിടെ നിന്ന് 9 സീറ്റുകൾ കൂടി നേടി 73ലേക്ക് എത്താം എന്ന് ടുഡേസ് ചാണക്യ പറയുന്നു. അതുപോലെ BJPയെ സംബന്ധിച്ചിടത്തോളം ടുഡേസ് ചാണക്യയുടെ ഫലങ്ങൾ ഇങ്ങനെയാണ്. അത് BJPക്ക് 7 സീറ്റുകൾ ആണ് കിട്ടാൻ, 4 മുതൽ 7 സീറ്റുകൾ വരെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ടുഡേസ് ചാണക്യ പറയുന്നു. 7 സീറ്റാണ് പറയുന്നത്, ചിലപ്പോൾ 4 സീറ്റ് കുറയാം, 4 സീറ്റ് കൂടാം. അപ്പോൾ എങ്ങനെ കുറഞ്ഞാലും 3 മുതൽ 11 സീറ്റുകൾ വരെ BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ടുഡേസ് ചാണക്യ കാണുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കാര്യമായ അല്ലെങ്കിൽ വളരെ കൃത്യമായ ഫലം നൽകിയ ഒരു അനാലിസിസാണ് ടുഡേസ് ചാണക്യ നടത്തിയത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ടുഡേസ് ചാണക്യയുടെ പ്രതികരണങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ടുഡേസ് ചാണക്യയുടെ കണക്ക് അനുസരിച്ച് വരുന്നത് UDFന് 69 സീറ്റുകൾ ലഭിക്കാം, അതിൽ 9 കൂടുകയോ കുറയുകയോ ചെയ്യാം. അപ്പോൾ UDFന് 9 ഏതാണ്ട് UDFന് 40% ആളുകളുടെ വോട്ടാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് ടുഡേസ് ചാണക്യ പറയുന്നു. അതോടൊപ്പം LDFന് 38% ആളുകളുടെ വോട്ട് ലഭിച്ചിരിക്കുന്നു. 38 മുതൽ 41 വരെ, UDFന് 40 മുതൽ 43 വരെ ശതമാനം വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. BJPക്ക് 20 മുതൽ 23% വരെ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് ടുഡേസ് ചാണക്യ വ്യക്തമാക്കുകയാണ്. അപ്പം ടുഡേസ് ചാണക്യയുടെ ഫലം വളരെ പ്രധാനമാകുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുറെ കൂടി കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കാൻ ടുഡേസ് ചാണക്യയ്ക്ക് കഴിഞ്ഞു എന്നതാണ് അതിൽ ഒരു ഘടകമായി വരുന്നത്. ഏതായാലും വലിയൊരു മൃഗീയ ഭൂരിപക്ഷം അങ്ങനെ UDFന് ടുഡേസ് ചാണക്യ നൽകുന്നത് ഈ 69 സീറ്റുകൾ +9 കൂടിയാൽ 69-ൽ നിന്ന് 78 സീറ്റുകൾ വരെ കിട്ടാം എന്ന് പറയുന്നു.